നാളെ നമ്മുടെ പ്രതീക്ഷ എന്താ? നാളെ ഇന്ത്യ ജയിക്കും. ഇന്ത്യ ജയിക്കും, നല്ലൊരു മാർജിനോടെ ജയിക്കും. നല്ല മാർജിനും. സഞ്ജു 2 കളിയിലായിട്ട് നല്ല ഫോമിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ കളിയിൽ നല്ലൊരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് തന്നെ ഇന്ത്യക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സാധ്യത കൂടുതലാണ്. നമ്മുടെ ബൈലാറ്ററൽ സീരീസിൽ അഭിഷേകിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ന്യൂസിലാൻഡിനെതിരെ. അതേ കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അഭിഷേക് കുറെ നാളായിട്ട് ഇപ്പൊ മോശം ഫോമിലായിരുന്നു. പക്ഷെ നിലവിൽ ഈ സിംബാബ്വെക്കെതിരെയാണ് ഒരു നല്ലൊരു 50 റണ്ണുകൾ എടുത്തത്. പക്ഷെ അഭിഷേക് തിരിച്ചപ്പോ വന്നാൽ ഇന്ത്യക്ക് നല്ലൊരു മാർജിൻ ജയിക്കാൻ സാധിക്കും എന്നുള്ളത് എന്റെ വിശ്വാസം. എന്നാലും സഞ്ജുവിന്റെ ഒരു ഫോം ഇപ്പൊ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു വിജയ സാധ്യത ഇന്ത്യക്ക് ഉണ്ട്. അതിലുണ്ട്. നമ്മുടെ ബോളിംഗ് ഇപ്പൊ ബുംറ കുഴപ്പമില്ല. വരുൺ ചക്രവർത്തി നേരത്തെ ഫോമിലായിരുന്നു, ഇപ്പൊ ഫോമിലല്ല. അതും ഒരു പരിഹരിച്ചാൽ നല്ലൊരു ഇതിൽ കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ. നമ്മള് ബുംറയിൽ കുറച്ച് അമിത പ്രതീക്ഷ വെക്കുന്നുണ്ടോ? ബുംറയാണ് കഴിഞ്ഞ കളിയിൽ ആ ലാസ്റ്റ് ഓവറിൽ ടൈറ്റ് ചെയ്ത് അവന്റെ മിടുക്കുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കളി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകേണ്ടായിരുന്നു സെമി. അല്ലെങ്കിൽ ആ റൺ അതിൽ കുറഞ്ഞുകൊണ്ടാണ് ദുംബക്ക് ആ ഓവർ ഇറക്കുമ്പോൾ ടെൻഷൻ ഇല്ലാതെ എറിയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹാർദിക്കിന് 19ാമത്തെ ഓവർ കൊടുത്തതിന് ഒരു ഇതുണ്ടായിട്ടില്ല. അക്സറിന്റെ പെർഫോമൻസോ? കാരണം കുറച്ച് അക്സറിന്റെ ഒക്കെ ഫീൽഡിങ് നല്ലൊരു ഇതാണ് കാണിക്കുന്നത്. അതെ. ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ അവിടുത്തെ കഴിഞ്ഞ മാച്ചിൽ നോക്കുമ്പോൾ 2 ബാറ്റ്സ്മാൻമാരും മുൻനിരയിലുള്ള 3 ബാറ്റ്സ്മാൻമാരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ അതിനുള്ളൊരു സാധ്യത ഉണ്ടോ? അവർക്കുണ്ട്, പക്ഷെ ഇന്ത്യ അത് മറികടക്കണം എന്നാണ് എന്റെ പ്രതീക്ഷ. അതെ. നമ്മുടെ ആ പിച്ച് പറയുമ്പോഴേ കുറച്ച് വലിയ ഗ്രൗണ്ടാണ്, അതുപോലെ സ്ലോവർ ആയിട്ടുള്ള ഒരു പിച്ച്. ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് റൺ ബുദ്ധിമുട്ട്, രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് പ്രിഫറൻസ്. നമ്മൾ നാളെ അത് ചെയ്യുമോ? കാരണം അതായിരിക്കും സാധ്യത. ഫസ്റ്റ് കിട്ടിയാൽ ബാറ്റ് ചെയ്യാൻ എന്ത് എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാറ്റിംഗ് അനുകൂലമായിട്ട് പിച്ച് അല്ലെങ്കിൽ പോലും ചേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ആ ഗ്രൗണ്ട്. അങ്ങനെ ഒരു ഇതുകൊണ്ട് ഇതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് പിച്ചായിരുന്നു, അതുകൊണ്ടൊരു ബോളർമാർക്കൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ബോളർമാർക്ക് കൂടി ഒരു സാഹചര്യമുള്ളൊരു പിച്ചായതുകൊണ്ട് ബോളർമാരെ പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. കുറച്ച് സൂപ്പർസ്റ്റിഷൻസ് നമുക്ക് നിലവിൽ നിന്നുണ്ട് പേടികളായിട്ട്. ഒന്നാമത്തേത് ന്യൂസിലൻഡായിട്ട് നമ്മൾ T20യിൽ മുന്നേ ഹെഡ് ഓൺ മാച്ച് വന്നിട്ടുള്ളപ്പോൾ 3 തവണയും തോറ്റിട്ടുണ്ട്. രണ്ടാമത്തേത് 2023 ഇതേ പിച്ചിൽ വെച്ചാണ് നമുക്ക് കപ്പ് പോയത്. അപ്പം അങ്ങനെയുള്ള ചില പേടികൾക്ക് വല്ല സ്ഥാനമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പറിൽ കണ്ടിരുന്നു, നരേന്ദ്രമോദി ആ സ്റ്റേഡിയം, അതിൻ്റെ അകത്ത് നിലവിൽ ജയിച്ച ടീമിനൊന്നും ഒരു ഇതില്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ കേട്ടത്. ഇന്ത്യക്ക് തന്നെ എല്ലാ കളിയിലും അവിടെ തോറ്റിട്ടുമുണ്ട്. വലിയൊരു പ്രതീക്ഷ ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും മാറ്റി മറിക്കും എന്നാണ് നമ്മുടെ എല്ലാ വിശ്വാസം.